ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കോഫി ടേസ്റ്റുള്ള കോഫി പുഡിംഗ് ആണ്. അപ്പോൾ ഈ പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അത് നമ്മുടെ വീട്ടിലും കൈവശമുള്ള സാധനങ്ങൾ വെച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. നല്ല കോഫിയുടെ ഫ്ലേവറുള്ള ഈ പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടി ജെലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും തന്നെ ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ തയ്യാറാക്കാൻ തുടങ്ങാം. അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കി ഇടുക. അപ്പോൾ പുഡിംഗ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടി ആദ്യം വേണ്ടത് പാലാണ് വേണ്ടത്. അത് ഞാനിവിടെ ഒരു 3 ഗ്ലാസ് പാല് ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാല് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായി വേണ്ടത് കോഫി പൗഡറാണ്. ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് അളവ് 1 ടേബിൾ സ്പൂൺ ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തു. കുറച്ചുകൂടി വേണമെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു വലിയ ടേബിൾ സ്പൂണിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും തന്നെ എനിക്ക് ധാരാളം മതിയാകും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് കോൺഫ്ലവറാണ്. അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ച് അതേ അളവിൽ തന്നെ മൈദ മാവ് ചേർത്ത് കൊടുത്താലും മതിയാകും. ഞാൻ 2 ചെറിയ ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നിറച്ചുമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ കോൺഫ്ലവറിന് പകരം മൈദ മാവ് ചേർക്കാം, ഗോതമ്പ് മാവും ചേർക്കാം. അപ്പോൾ കൂടുതലും ടേസ്റ്റ് കോൺഫ്ലവർ തന്നെയാണ്. പിന്നെ ഞാൻ മധുരത്തിന് കുറച്ച് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടിന്നോളം മിൽക്ക് മെയ്ഡ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മധുരത്തിന് ആവശ്യമായ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് കൈവശമില്ലെങ്കിൽ നിങ്ങൾ പഞ്ചസാര അളവിന് അനുസരിച്ച് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ മിൽക്ക് മെയ്ഡും ഇത്രയും ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അടുത്തതായി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കൊക്കോ പൗഡറാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ എത്ര യോജിപ്പിച്ചാലും ചെറിയ രീതിയിൽ കട്ടകളൊക്കെ ഒന്ന് കാണാം. നമുക്കൊന്ന് ഒരു പാനിലോട്ട് അരിച്ചൊഴിച്ച് കൊടുക്കാം. ഞാനൊരു അരിപ്പ് വെച്ച് നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഇതിന് കൂടുതലും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അരിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് മാറി കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്ലെയിം ഓണാക്കി ഒന്ന് വെച്ച് കൊടുക്കാം. അതായത് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഇതിൻ്റെ പൊടികളുടെയൊക്കെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി കിട്ടണം. വേഗം തീ കൂട്ടി കുറുക്കിയെടുക്കരുത്. ഇതിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തത് ദാണ്ട ഇതുപോലെ കുറുകി വരുന്നുണ്ട്. കുറച്ചുകൂടി കുറുകി വരാനുണ്ട്. ഇതിത്രയും മതിയായിട്ടുണ്ട്. പാകത്തിന് ഇത് വെന്ത് കുറുകി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ മിക്സിനെ നമുക്കിനി ഒരു ടിന്നിലോട്ടോ ഒരു ബൗളിലോട്ടോ എന്തിലെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു വയ്ക്കണം. ഞാനൊരു കുറച്ച് ബട്ടർ തേച്ച ഒരു ബൗളിലോട്ട് ചെറിയ രീതിയിലൊന്ന് തണുത്തതിന് ശേഷമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്കത് നല്ല ഒരു ഫാനിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്ന് തണുപ്പിക്കുക. അപ്പോൾ അത് കട്ട പിടിക്കില്ല. അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് ഇതിലോട്ട് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് 2-3 തട്ടുക. ഒന്ന് തട്ടിയതിന് ശേഷം നമുക്കിനി ഇത് ഒന്ന് ആറിയതിന് ശേഷം ഇത് നല്ലതുപോലെ അടച്ചതിന് ശേഷം നമുക്കൊരു ഫ്രീസറിലാണ് വെക്കണമെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഇത് സെറ്റായി കിട്ടും. അല്ല നമ്മൾ താഴെ ഫ്രിഡ്ജിലാണ് വെക്കുന്നതാണെങ്കിൽ ഒരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രീസറിലാണെങ്കിൽ 1 മണിക്കൂർ മതിയാകും. അപ്പോൾ അതിന് ശേഷം നമുക്കത് എടുക്കാം. നമ്മുടെ പുഡിംഗ് അങ്ങനെ സെറ്റായിട്ടുണ്ട്. എന്തായെന്നൊന്ന് നോക്കാം. നല്ല രീതിയിൽ സെറ്റായി ഇരിപ്പുണ്ട്. ഞാനൊരു പ്ലേറ്റിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇതേണ്ടേ ഇതുപോലെ ഇളകി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. കോഫിയുടെ മണമൊക്കെ നല്ലതുപോലെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ചെറിയ രീതിയിൽ കൊക്കോ പൗഡർ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ രീതിയിൽ മതിയാകും. കുറച്ച് കൊക്കോ പൗഡറും കൂടെ ചേർക്കുമ്പോൾ അതൊരു കാണാനും നമുക്കത് കട്ട് ചെയ്യുമ്പോഴും ഒരു എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റിൽ പുഡിങ്ങൊക്കെ തയ്യാറാക്കി കൊടുക്കാം. കോഫി പുഡിങ് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. ഇതിൽ നമ്മുടെ ചോക്ലേറ്റ് ഫ്ലേവറും കൂടെ ഉണ്ട്, കൊക്കോ പൗഡറൊക്കെ കൂടി ചേർത്തുകൊണ്ട് ദാണ്ടെ നല്ല രീതിയിൽ ഇതളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഡിങ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കി ഇടുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.